ഓക്കെയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖവും സന്തോഷവും സമാധാനത്തിലാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന വിമ്പിൾ അക്കാദമിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ സജന മാമിനും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നമ്മളുടെ ഇവിടെ എന്നെ കേൾക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഓരോരുത്തർക്കും നമ്മളെല്ലാവരും വൈബ് കണക്ട് ആണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും രാവിലെ തന്നെ കറക്റ്റ് ആയിട്ട് ക്ലാസ് കേൾക്കാൻ എത്തുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോർണിംഗ് സർക്കിളിലെ ക്ലാസ് കേൾക്കുക എന്ന് പറയുന്നത്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലൈഫിലെ ഒരു ഹാബിറ്റായി മാറിയത്. എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് കേട്ടില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അപ്പോ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. മൈൻഡ് റീഡിങ്ങിന്റെ കുറച്ച് സീക്രറ്റ്സ്, നിങ്ങളുടെ മൈൻഡിലുള്ള തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് തരാം എന്നുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എത്രത്തോളം അത് നടക്കുന്നുള്ളത് അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ പേര് അൻസാർ അബ്ബാസ്, കൊടുങ്ങല്ലൂരാണ് താമസം. അപ്പോ പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത്. ശരിക്കും സത്യമാണോ എന്നുള്ളത് പലരും വിശ്വസിക്കില്ല. ചിലര് മെന്റലിസ്റ്റുകൾ മൈൻഡ് റീഡ് ചെയ്യുന്നുണ്ട്, അത് എങ്ങനെയാണ് വണ്ടർ അടിച്ചിരിക്കുന്നു. ചിലപ്പോ മൈൻഡ് റീഡിംഗ് എന്ന് കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ തോന്നുന്നത്, നമ്മളെ ഒരാൾ വന്നിട്ട്, ഒരു മെന്റലിസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നിങ്ങളെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ അവരെ ബ്രെയിനിലുള്ളത് ഇങ്ങനെ സ്കാൻ ചെയ്തെടുക്കുന്നു. മറ്റേ രജനീകാന്തിന്റെ ഒരു പടത്തിലുണ്ടല്ലോ, ഒരു ചിട്ടി 2.0 റോബോട്ട് ആയിട്ടുള്ള ഒരു പടം ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ ഒരു ബുക്കൊക്കെ ഇങ്ങനെ സ്കാൻ ചെയ്തെടുക്കുന്ന പോലെ നിങ്ങളുടെ ബ്രെയിനിൽ ഇങ്ങനെ നോക്കിയിട്ട് മെന്റലിസ്റ്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ഒരു മനുഷ്യൻ. മൈൻഡ് റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് പലരുടെ മൈൻഡിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളെ പറയുന്നത്. അതുപോലെ തന്നെ മെന്റലിസ്റ്റ് ഒക്കെ ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഒരാളെ വിളിച്ചിട്ട് അവരുടെ മൈൻഡിൽ ഇങ്ങനെ ഒരാളെ കാര്യം വിചാരിക്കൂ, ഇത് നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ ആ ചിന്തിച്ച കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. ഇങ്ങനത്തെ ഒരു സൂപ്പർമാൻ പവറാണ് നമ്മൾ മൈൻഡ് റീഡ് എന്നുകൊണ്ട് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്. ആക്ച്വലി മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്നത് ഒന്നുമല്ല. മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ചലനം, എങ്ങനെ മൈൻഡ് റീഡ് ചെയ്യാം എന്നുള്ളതായിട്ട് പറയുന്നത്. ഒരു മനുഷ്യന്റെ ചലനം, അവന്റെ മുഖത്തുണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങൾ, മിന്നി മറിയുന്ന പ്രകടനങ്ങള്, അതുപോലെ തന്നെ അവന്റെ ശബ്ദത്തിന്റെ താളം, അതുപോലെ അവന്റെ കണ്ണുകള്, പിന്നെ അവന്റെ പെരുമാറ്റം, ഇത്രയും കാര്യങ്ങള് എല്ലാം കൂടി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സൈക്കോളജിക്കൽ ആർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത്. ഇതില് സൈക്കോളജി പ്ലസ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സൈക്കോളജി പ്ലസ് ഒബ്സർവേഷൻ പ്ലസ് അവയർനെസ് ഈസ് ഈക്വൽ ടു മൈൻഡ് റീഡിംഗ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇതുപോലെ പറയാം, ഫോമായിട്ട് പറയാം. പിന്നെ മൈൻഡ് റീഡിങ്ങിന്റെ പിന്നിലുള്ള ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരിക്കലും ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല എന്നുള്ള 100% സത്യമാണ്. നമ്മളിപ്പോ ഞാൻ സ്റ്റേജ് ഷോയിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരോടും കൃത്യമായിട്ട് പറയും, ഒരിക്കലും ഒരാൾക്ക് ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല. ഇത് ശരിക്കും മെന്റലിസം എന്ന് പറയുന്നത് ശരിക്കും ഒരു ആർട്ട് ഫോമാണ്. മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട് ഫോമും അല്ല, ആർട്ട് ഫോമാണ്, പക്ഷെ മാജിക് ഒന്നുമല്ല. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞ സത്യം തന്നെയാണ്. ഇപ്പോ നമുക്ക് ഒരാളെ ഡീപ്പായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അയാൾ ടെൻഷൻ ആണോ അല്ലെങ്കിൽ അയാൾ ഏതൊരവസ്ഥയിലാണെന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും ഇങ്ങനെ മനസ്സിലാക്കാൻ, ഒരാളെ നോക്കി ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതും മെന്റലിസവും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഒരിക്കലും മൈൻഡ് റീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരാളുടെ മനസ്സിനെ റീഡ് ചെയ്യലല്ല, അയാളുടെ പെരുമാറ്റത്തെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. അയാളുടെ ബിഹേവിയർ റീഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അയാളെ മനസ്സിലാക്കും. സൈക്കോളജി പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഒരു 3 കാര്യങ്ങൾ. അതിൽ ഒന്ന് മൈക്രോ എക്സ്പ്രഷൻ. അതായത് നമ്മൾ ഇപ്പൊ ഒരാളോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ, ഇപ്പോ റൌഫ് സാറിനെ തന്നെ എടുക്കാം. റൌഫ് സാറ് ഒരാളുടെ നിന്ന് പൈസ കടം വാങ്ങിച്ചിട്ട് അയാള് തിരിച്ച് റൌഫ് സാറിനെ വിളിച്ചിരിക്കാണ്. ഇത് എന്റെ പൈസ തരാന്ന് പറഞ്ഞ ഡേറ്റ് ഇന്നാണ്, ഞാൻ നേരെ വീട്ടിലേക്ക് വരികയാണ്. റൌഫ് സാറിന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. റൌഫ് സാർ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് റൌഫ് സാറിനെ കാണാണ്. എവിടെ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്യാണ്. അപ്പോ അപ്രതീക്ഷിതമായിട്ട് ഞാൻ റൌഫ് സാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. റൌഫ് സാറിന് കൈ ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട്, മനസ്സിലായോ അൻസാറ്, എന്താണ് വിശേഷം, സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി അതെ സുഖമാണ് എന്ന് പറഞ്ഞാലും പുള്ളിയുടെ കണ്ണുകള് എന്ത് ചെയ്യും, സത്യം വിളിച്ചു പറയും. അതിലൂടെ നമുക്ക് ആളുടെ ആശങ്ക, അതുപോലെ തന്നെ ഭയം,
അലോസരം, ഇതുപോലെ തുടങ്ങിയിട്ടുള്ള ഒരുപാട്, അതുപോലെ സന്തോഷമാണെങ്കിൽ സന്തോഷം, ഇതെല്ലാം നമ്മൾ ആ ഒരൊറ്റ ചോദ്യം, ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അത് കൃത്യമായിട്ട് ഡീപ്പായിട്ട് ഒരാളെ ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാവും. അപ്പോ ആള് ഇപ്പോ നുണയാണ് പറഞ്ഞാലും, അതെ നുണയാണെന്ന് പറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആ കണ്ണുകളിലേക്ക് നോക്കി തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്കത് മനസ്സിലാവുന്നുള്ളതാണ്. പിന്നെ ഉള്ളൊരു കാര്യം ബോഡി ലാംഗ്വേജ് ആണ്. ബോഡി ലാംഗ്വേജ് നമ്മള് ബോഡി ലാംഗ്വേജ് നോക്കി കഴിഞ്ഞാൽ കുറെ നുണയാണ് സത്യമാണെന്ന് പറയട്ടെ, നമ്മുടെ ശരീരം ഒരിക്കലും എന്ത് ചെയ്യൂല, കളവ് പറയൂല. ശരീരത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകത, നമ്മൾ കളവ് പറഞ്ഞാലും നമ്മളെ ശരീരം സത്യം പറയും. സത്യം വിളിച്ചു പറയുന്ന ആക്ഷൻസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയും. അതുപോലെ ഒരു ദേഷ്യം വന്നിരിക്കുന്ന ഒരാളോട് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അയാളെ കൈ ഇങ്ങനെ ചുറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. ദേഷ്യം വന്നിട്ടുണ്ടോ, ദേഷ്യം എന്നല്ല, ഡിഫൻസിന്റെ സമയത്ത് ഓൾറെഡി നമ്മുടെ കൈകൾ ഇങ്ങനെ ചുരുട്ടും. അതുപോലെ നമ്മൾ ഇപ്പോ നല്ല സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണെങ്കിലും, എത്ര ഒരാളായിട്ട് തല്ലുപിടിക്കാൻ പോകാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾ സെൽഫായിട്ട് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് സെൽഫ് ഡിഫൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ ഒരാളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഇപ്പോ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉള്ള സമയത്തൊക്കെ ചിലരുടെ കണ്ണുകളിലേക്ക്, ഇപ്പൊ ഒരു കുട്ടിയുടെ ഒരു മാതാപിതാക്കളുടെ അടുത്ത് നിന്ന് നമ്മൾ പുറത്തുനിന്നുള്ള ഒരു ആള് ചെന്നിട്ട്, റിലേഷനിലുള്ള ആള് ചെന്നിട്ട് കൊച്ചിനെ ഇങ്ങനെ വാങ്ങിച്ച് ഒരു ഇത്തിരി ദൂരം ഇങ്ങോട്ട് നീക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആ ഒരു വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ആ കുട്ടിയുടെ കണ്ണിൽ കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നല്ല ഇൻട്രസ്റ്റോടു കൂടി നമുക്ക് കേൾക്കാനൊക്കെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ക്ലാസ്സിൽ നല്ലത് ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണ്ടാവും. അതല്ല നല്ല ഒരു ഇപ്പോ എല്ലാവരോടും അൺമ്യൂട്ട് ചെയ്തിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ പലരുടെയും സൗണ്ട് ഒക്കെ കേൾക്കാം, ഇങ്ങനെ ഉറക്കപ്പിച്ചിലേക്ക് ഇരിക്കണ പോലത്തെ ഒരു ഇത് ഇങ്ങനെ കാണിക്കാം. അതുകൊണ്ടാണെന്ന് തോന്നണ് ഭൂരിഭാഗം ആളുകളും വീഡിയോ ഓൺ ആക്കാത്തത്, അല്ലെ? നമ്മള് പൊതുവെ മോർണിംഗ് സർക്കിളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആദ്യമായിട്ട് വരുന്ന പലരും പറയുന്നത് കേൾക്ക, ആരോ മ്യൂട്ട് ഓൺ ആക്കിട്ടാ, അതെ 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 ചെറുതായിട്ട്. അപ്പോ മോർണിംഗ് സർക്കിളില് ആദ്യമായിട്ട് വരുന്നവര് പലരും പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കൂ എന്ന്. നമുക്കറിയാം ഇതില് എത്ര ആൾക്കാർ പുതപ്പിന്റെ അടിയിൽ ഇരുന്നിട്ടാണ് കേൾക്കുന്നതെന്നും, എത്ര ആൾക്കാര് മറ്റേ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേൾക്കേണ്ടതെന്നും, ചിലര് ജോഗിങ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇതാണ് സാറ്, ധനീഷ് സാറ്, താങ്ക്സ്, അടിപൊളി. അപ്പൊ അപ്പൊ ഇതാണ്, അത് ഒരു കോൺഫിഡൻസ് പവറാണ് ട്ടാ. രാവിലെ എഴുന്നേറ്റ് മോർണിംഗ് സർക്കിളിൽ ഇരുന്ന് നമ്മൾ വീഡിയോ ഓൺ ആക്കിയിരിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു കോൺഫിഡൻസ് പവർ തന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഓൺ ആക്കാത്തത്, ഞാൻ ആ സമയത്ത് കൂടുതലും വണ്ടി ഡ്രൈവിങ്ങിലായിരിക്കും, അതുകൊണ്ടാട്ടെ ഞാൻ ഓൺ ആക്കാത്തത്. പിന്നെ അൺമ്യൂട്ട് ചെയ്യാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് നോയ്സ് ഉണ്ടാക്കണ്ട എന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അപ്പോ ഞാൻ വെറുതെ പറഞ്ഞാണ് അങ്ങനെ ഓൺ ആക്കണം എന്നില്ല ട്ടാ. അപ്പൊ എനിക്കിതാണ് സൗകര്യം, എവിടെ നോക്കി സംസാരിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ബോഡി ലാംഗ്വേജ്, ഇൻസെക്യൂരിറ്റി ഫീൽ വരുന്നത് ഇങ്ങനെ ഒരാളുടെ കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആള് കണ്ണുകൾ ഇങ്ങനെ ഇങ്ങനെ വെട്ടിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ കളവ് പറയുന്ന സമയത്താണെങ്കിൽ ഇപ്പോ നമ്മൾ ഒരാളോട് കണ്ണിലേക്ക് നോക്കി തന്നെ നിന്നിട്ട് നമുക്ക് സത്യമാണോ നുണയാണോ എന്ന് അറിയണം. അപ്പൊ നമ്മൾ അയാളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അയാള് സത്യമാണോ നുണയാണോ പറയുന്നത്. ഒരു കാര്യത്തെ അതിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, അശ്വമേധത്തിൽ ചോദിക്കുന്ന പോലെ രണ്ട് ചോദ്യങ്ങളുടെ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ആൾ കണ്ണുകൾ ഇങ്ങനെ ഇങ്ങനെ മേലോട്ടൊക്കെ വെട്ടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ആലോചിച്ചിട്ട് പറയും. അതായത് കറക്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ആൾ പറയുന്നതെങ്കിൽ ആൾക്ക് ഒരുപാട് ഇങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു കാര്യങ്ങൾ പറയുന്ന സമയത്താണ് ഇങ്ങനെ മൈൻഡിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് സംസാരിക്കുക. അത് നമുക്ക് ഒറ്റയടിക്ക് അയാളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. അപ്പൊ ബോഡി ലാംഗ്വേജിൽ അങ്ങനെ മനസ്സിലാവും. അതുപോലെ തന്നെ ഒരാളുടെ ക്യാരക്ടർ പിടിക്കാനായിട്ട് ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെയൊക്കെ കിട്ടും. ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അയാള് ചില ഷെയ്ക്ക് ഹാൻഡ് തന്നെ ഒരു 5-10 തരം ഷെയ്ക്ക് ഹാൻഡുകൾ ഉണ്ട് കേട്ടോ. ഡൊമൈൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഡൊമൈൻ ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ കൈ കൊടുത്തിട്ട് നമ്മൾ അയാളെ മേൽഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കൈ ഇങ്ങനെ വെക്കും. ചിലർ ഷെയ്ക്ക് ഹാൻഡ് കണ്ടിട്ടില്ലേ, സാധാരണ ഇങ്ങനെ കറക്റ്റ് അങ്ങോട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നിടത്ത് ഒരാൾ ഇങ്ങനെ വന്നിട്ട് ചിലർ മേൽഭാഗത്ത് ഇങ്ങനെ കൊണ്ടുവന്ന്, അത് ഡൊമൈൻ ഷെയ്ക്ക് ഹാൻഡ് ആണ്. അതൊരു അധികാരത്തിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഷെയ്ക്ക് ഹാൻഡ്. അതുപോലെ തന്നെ സബ്മിസീവ് ആയിട്ടുള്ളത് നമ്മ നേരെ കൊണ്ടുവന്നിട്ട് ചിലവർ എന്ത് ചെയ്യും, അടിയിൽ കൊണ്ടുവന്ന് വെക്കും, കൈ ഇങ്ങനെ കൊടുത്തിട്ട് അടിഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. നമ്മള് എന്താണ്, നിങ്ങൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പിന്നിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു ഷെയ്ക്ക് ഹാൻഡ്. പിന്നെ ഈക്വൽ ആയിട്ട് കൊടുക്കുന്നത്, നമ്മൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് നമ്മൾ കൊടുക്കുന്നത് ഈക്വൽ ആയിട്ട് കൊടുക്കുന്ന ഷെയ്ക്ക് ഹാൻഡ്. അതുപോലെ തന്നെ ചിലർ കൊടുക്കുന്ന, ചില സ്ത്രീകളൊക്കെ കൂടുതൽ കൊടുക്കണതാണ് ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഒരു ഫിംഗർ മാത്രം കൊടുക്കുള്ളൂ.
ജസ്റ്റ് ഒന്ന് ഒരു ഫിംഗർ, അതായത് അത്ര ആൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, എന്നാലും ഒരു കൊടുത്തല്ലേ മതി. ആളിങ്ങനെ കാണിച്ചു കഴിയുമ്പോൾ അങ്ങനെ തരില്ല എന്ന് പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ഫിംഗർ ചെയ്ത് കൊടുക്കും. കൂടുതൽ ലേഡീസിന്റെ അടുത്താണ് കണ്ടേക്കണത്. അതുപോലെ തന്നെ പെട്ടെന്ന് അതുപോലെ പെട്ടെന്ന് റിലീസ് ചെയ്യുന്ന ഷേക്ക് തന്നെ ഉണ്ട്, കൊടുത്ത് അപ്പൊ തന്നെ റിലീസ് ചെയ്യുക. അതും ഈ ലേഡീസിന് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ അവര് ചെയ്യുന്നൊരു ഷേക്ക് ഉണ്ട്. ഇങ്ങനെ ഇതിലൊക്കെ നമുക്ക് ഒരാളുടെ മനസ്സിലാവും അത് കംഫർട്ടബിൾ അല്ല, അവര് ഇന്നതാണ്, അവര് ട്രസ്റ്റ് ഉള്ള ആളാണ്. അത് അത്രയും ഡബിൾ ഹാൻഡ് കൊടുക്കുന്ന, രണ്ട് കൈ കൊണ്ടും കൂടെ ഷേക്ക് ഹാൻഡ് കൊടുക്കണ്ടല്ലേ, രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന ആളുകളുണ്ട്. അവര് ഭയങ്കര ട്രസ്റ്റി ആയിട്ടുള്ള ആളുകളായിരിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ബോഡി ലാംഗ്വേജിൽ കുറെ കാര്യങ്ങളുണ്ട്. പിന്നുള്ളത് വോയിസ് ടോണിലൂടെ നമുക്ക് മൈൻഡ് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. വോയിസ് ടോണിലൂടെ മൈൻഡ് റീഡ് ചെയ്തെടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഒരാളോട് ഇപ്പൊ സാധാരണ റെഗുലർ ആയിട്ട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ട്യൂണ് മാറുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ചില കാര്യങ്ങൾ പറയാൻ മടി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് സംസാരത്തിന്റെ സ്പീഡ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് സ്പീഡ് കൂടുക, ചിലതിന്റെ പിച്ചിൽ വ്യത്യാസം വരും. ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ക്ലൂകളായിരിക്കും, നമുക്ക് കിട്ടുന്ന ഓരോ ക്ലൂകളായിരിക്കും, അയാളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാം ഓരോ ക്ലൂകളായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ. ഇനി അടുത്തത് ഈ 3 ഇത് കഴിഞ്ഞ് അടുത്തതായിട്ട് നമ്മൾ എന്റർടൈൻമെന്റ് പർപ്പസിലേക്ക് വരാം. ഈ മൈൻഡ് റീഡിംഗ് കൊണ്ട് തന്നെ എന്റർടൈൻമെന്റ് പർപ്പസിലേക്ക് കൂടുതലും വരുന്നത് മെന്റലിസ്റ്റുകളാണ്. കൂടുതൽ സ്റ്റേജ് ഷോക്കും അതുപോലെ സ്ട്രീറ്റ് മെന്റലിസം നടത്തുന്നിടത്തൊക്കെയാണ് കൂടുതൽ ഈ എന്റർടൈൻമെന്റ് ആയിട്ട് മൈൻഡ് റീഡിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതില് നമ്മള് ഒരാളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് മെന്റലിസ്റ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവര് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യും. ഈ ചില ഒരു പ്രത്യേക മതത്തിന് പറയുന്നില്ല, കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഇങ്ങനെ നമ്മളെ മൈൻഡ് റീഡ് ചെയ്തെടുക്കാൻ പറ്റും, നമ്മൾ അങ്ങനെ വിശ്വസിച്ച് ചെല്ലുന്നതായിട്ടുള്ള ആളുകൾ, അവരൊക്കെ നമ്മളുടെ കാര്യങ്ങൾ പറയുന്നത് നമ്മളെ ഒബ്സർവ് ചെയ്തിട്ടാണ്. ഒന്നില്ലെങ്കിൽ അവരുടെ ആരെങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവർ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെയുള്ള ആരെങ്കിലും ഒബ്സർവ് ചെയ്ത് നിങ്ങളെ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഉണ്ടാവാം. അതല്ലെങ്കിൽ കൂടുതലും ഇത് തന്നെയാ. നമ്മള് ഒരു സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ആള് ഒരു 100 കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്ന് 10 കാര്യം ഒബ്സർവ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ, നോർമൽ ആയിട്ടുള്ള ആള് ഒരു 10 കാര്യം ഒബ്സർവ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ, ഒരു മെന്റലിസ്റ്റ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പീച്ച് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ഒരു 50 കാര്യങ്ങളെങ്കിലും അതിൽ നിന്ന് ഒബ്സർവ് ചെയ്തെടുക്കും. അത് ഒരു പവറാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് മൈൻഡ് റീഡിങ്ങിന്റെ ബേസ് സാധനമാണ് ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നുള്ളത് കോൾ റീഡിംഗ് ആണ്. കോൾ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഇതുപോലെ തന്നെ ഇപ്പൊ അബിസാറിനെ കുറിച്ച് അബിസാറ് ഞാൻ പറയാണ്, അബിസാറിന് കുറച്ചു കാലം മുമ്പ് ലൈഫിൽ ഒരു വല്ലാത്തൊരു വിഷമഘട്ടം കടന്നു പോയിട്ടുണ്ടായിരുന്നു. മനസ്സിൽ. പിന്നീട് അതിൽ നിന്നൊക്കെ ഇപ്പൊ ഒന്ന് റിക്കവറായി വന്നു. ഇപ്പൊ അതൊക്കെ ഇപ്പൊ ഉള്ള ശക്തിയൊക്കെ പ്രാപിച്ച് ഇപ്പൊ അടിപൊളിയായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ആ മുമ്പത്തെ ഒരു ലൈഫ് അത് ആലോചിക്കുമ്പോ തന്നെ ഒരു ഇത് വരുന്നില്ലേ സാറേ? അപ്പൊ ഇതിങ്ങനെ ചോദിക്കുമ്പോ, അതുപോലെ തന്നെ ഇപ്പൊ സജന മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് പുള്ളിക്കാരിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് അല്ല, ഒരു അഫയർ ഉണ്ടായിരുന്നു. അപ്പൊ അത് വീട്ടുകാർ അല്ല അപ്പൊ പറയട്ടെ. അപ്പോ പുള്ളിക്കാരി ഇതുപോലെ ആ വീട്ടില് സമ്മതിക്കാത്തതാണോ, രണ്ടുപേരും തമ്മിലുള്ളത് തേച്ചൊട്ടിച്ചതാണോ എന്നൊന്നും എനിക്കറിയില്ല. അത് പിന്നെ ഒന്നും കൂടെ പുള്ളിക്കാരിയിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ചോണെങ്കിൽ മനസ്സിലാക്കി എടുക്കാം. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞാല് 90% ആളുകൾക്കും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ വെള്ളത്തിൽ ഇപ്പോ നമ്മള് ഓടിച്ചെന്നിട്ട് ചില അമ്പലത്തിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴോ അതല്ലെങ്കിൽ പള്ളിയുടെ അടുത്തൊക്കെ ചെല്ലുമ്പോഴോ കുറെ പാം റീഡേഴ്സ് ഇരിക്കണ കാണാം. അപ്പോ ഇത് അറിയാത്ത ആളുകള് ഓടിച്ചെന്നിട്ട് അവരുടെ അടുത്ത് കൊണ്ട് കൈവച്ചു കൊടുക്കും. ഇത് അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി പറയും. അതിൻ്റെ അകത്ത് സത്യം ഇല്ല എന്നല്ല, ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പോക്ക് ഇങ്ങനെയാണ്. അതായത് 90% ആളുകൾക്കും ഒരേപോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇതിലുണ്ട്. അതായത് ഇപ്പൊ ഒരാളെ പറയാൻ ഇപ്പൊ ചന്ദ്രമാമിന്റെ വീട്ടിലാണെങ്കിൽ അവരുടെ വീട്ടിലെ ഒരു പഴയ ഒരു ക്ലോക്ക്, വർക്ക് ചെയ്യാത്തൊരു ക്ലോക്ക് ഇരിക്കണ്ടാവും. അത് എന്തോ ഒരു മെമ്മറി ആയിട്ടാ ഇതായിട്ട് വെച്ചിരിക്കണം. അത് പൊടി തട്ടിയിട്ട് എവിടെ ഒരു മൂലക്കുണ്ട്, അത് ഒഴിവാക്കണില്ല. ഒഴിവാക്കാതെ അവർ സൂക്ഷിച്ച് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ക്ലോക്ക്.
അപ്പൊ ഇത് സംഭവം ഇതുപോലെ എല്ലാവരുടെ അടുത്തും ഉണ്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഏകദേശം ഇപ്പൊ നമ്മ പറയുമ്പോൾ അവർ വിചാരിക്കും അതെ സത്യമാണ്, അതെ ആള് വലിയൊരു സംഭവട്ടാ, വലിയൊരാളാണ്, എന്തോ ഒരു ദൈവത്തിന്റെ നേരിട്ട് വരദാനം കിട്ടിയിരിക്കുന്ന ഒരാളാണ് ഈ പറയുന്നത് ട്ടാ എന്നുള്ള ഒരു തോട്ടിലേക്ക് നമ്മൾ വരികയാണ്. അപ്പൊ ചെന്നിട്ട് എന്ത് ചെയ്യും, പാം റീഡേഴ്സ് 50 ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും, 100 കൊടുക്കും. ഒന്നും കൂടെ നന്നായിട്ട് പറഞ്ഞോട്ടെ എന്നെ കുറിച്ചിട്ട്, നന്നായിട്ട് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ് അവിടെ വാസ്തവത്തിൽ നടക്കുന്നത്. ഈ കോൾ റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒട്ടുമിക്ക എല്ലാവർക്കും ഒരേപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാറ്റേണിൽ സംഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇത് പല ലൈഫ് സ്റ്റൈലിലൂടെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തന്നെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നുള്ളത് ഫോഴ്സിങ്, സൈക്കോളജിക്കലായിട്ട് ഒരു ഫോഴ്സിങ് ഉണ്ട്, സൈക്കോളജി ഫോഴ്സിങ്. അത് സിമ്പിൾ ആയിട്ട് ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ കുറച്ച് ആളുകൾക്കൊക്കെ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഇനി പറയാത്ത ഒരാള്, എന്റെ കയ്യിൽ രണ്ട് സെറ്റ് ചീട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും ഒരാള് മ്യൂട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഒന്ന് സെലക്ട് ചെയ്യുക. ആരെങ്കിലും ഒരാൾ ഇഷ്ടപ്പെട്ടു ഈ സെറ്റ് വേണോ ഈ സെറ്റ് വേണമെന്ന് ഞാനൊന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരാളൊന്നും അൺമ്യൂട്ട് ആക്കോ, ആരെങ്കിലും ഒരാളൊന്ന്. ഞാൻ ഇനി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒത്തൊരുമിച്ച് നടത്തിയതാണെന്ന് പറയും. ഒരാള് ജസ്റ്റ് കേട്ടില്ല. ഒന്ന് പേരൊന്ന് പറഞ്ഞേ. ജിഷ മാമാണോ? അതെ. അത്രയും ധൈര്യം മറ്റേ ചാൾസ് ശോഭരാജിന് പോലും ഇത്രയും ധൈര്യം ഇല്ല. അപ്പൊ റൈറ്റ് സൈഡ് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇത് ഞാൻ ഇനി വീണ്ടും ഒരു കാര്യം കൂടി ചോദിക്കാം. മാമിന് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാട്ടെ. ഞാൻ മാമിനെ ഫോഴ്സ് ചെയ്ത് ഞാൻ നേരത്തെ കുട്ടി പറഞ്ഞല്ലോ ഒന്നും വിചാരിക്കരുത്. മാമിന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. എനിക്കറിയാലോ നേരത്തെ പറഞ്ഞല്ലെന്ന്. അല്ല ഓക്കെ അല്ലേ? അല്ല മറ്റുള്ളവർ ഞാൻ മാമിനോട് ഒന്നും കൂടെ ചോദിക്കുകയാണ്. ഞാൻ മാമിനോട് ചോദിക്കുകയാണ്, മാമിന് ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇതിലേക്ക് വേണമെങ്കിൽ മൈൻഡ് വേണമെങ്കിൽ മാറ്റാം. ഹാപ്പി വേണമെങ്കിൽ ഇത് തന്നെ, ഹാപ്പി വിത്ത് ദിസ്. ഓക്കെ ആണ്. അപ്പൊ ഞാൻ മാമിനോട് പറയാണ്, ഞാന് മാമിന് ഇത് ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാം അത് വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കൂല. ആക്ച്വലി ഞാനിത് മാമിനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതാണ്. ഞാൻ മാം ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? യു വിൽ സെലക്ട് സെറ്റ് ഓഫ് 7. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്നായിക്കോട്ടെ. അപ്പുറത്ത് കാണിച്ചെന്നാ? അല്ല കാണിച്ചു തരും. ഇപ്പുറത്തെ അല്ല എഴുതി വെച്ചതിന്റെ അപ്പുറത്തെ സൈഡ് കാണിച്ചേ. ഇല്ല, ഇവിടെ വേറെ ഒന്നും എഴുതി വെക്കൂല. ഒറ്റ തന്നെ. ഞാൻ അങ്ങനെ ചെയ്യോ? ഒരൊറ്റ സാധനം മാത്രം. കണ്ട? അതായത് ഇതാണ് സംഭവം. ഇത് ഞാൻ ഇതിലിപ്പോ ഒന്നും എഴുതാനില്ല. ഇത് വെറുതെ വേണ്ട പല പല സംഭവങ്ങൾ കണ്ട. ഇതിലിപ്പോ എന്താ എഴുതാനാ? മറ്റേ സെറ്റ് പറഞ്ഞിരുന്നെങ്കിലോ? ആ സെറ്റ് പറഞ്ഞെങ്കിൽ ഇത് പോയില്ലേ, ഇത് പൊളിഞ്ഞു. അത് മാമിനെ ഞാൻ ഫോഴ്സ് ചെയ്താണെന്ന് മനസ്സിലായോ? ഇത് സൈക്കോളജിക്കലി ഒരു ഫോഴ്സിങ് ആണ് ശരിക്കും. ഇതുപോലെയാണ് മെന്റലിസ്റ്റുകള് നമ്മൾ മൈൻഡ് റീഡ് ചെയ്തതുപോലെ തോന്നിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പൊ മാം ഇപ്പൊ വണ്ടറായില്ലേ? അല്ല, അതിപ്പോ ഞാൻ എടുത്തു നേരിച്ചോ അന്ന്. അപ്പൊ എന്ത് ചെയ്യും? മറ്റേതാണ് എടുത്തെങ്കില്, മറ്റേടുത്തെങ്കിൽ ഇവിടെ ഇത് പൊളിഞ്ഞു. അത് എടുക്കൂലല്ലോ. അതിന് ഞാൻ അതിന് മാമിനെ കൊണ്ട് ഇത് ഫോഴ്സ് ചെയ്യിപ്പിച്ചത് കണ്ടില്ലേ? മാമിന് ചെറിയ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, മാമിന് വേണമെങ്കിൽ ചേഞ്ച് മാം ചേഞ്ച് ചെയ്തില്ലല്ലോ. ഹലോ സർ, പറഞ്ഞോ. ഞാനും ഉണ്ടല്ലോ ജിഷ മാം പറയുന്ന ആ സെയിം ടൈമിൽ ഈ റൈറ്റ് സൈഡില് ഇത് തന്നെയാണ് ഞാനും ഉദ്ദേശിച്ചിരുന്നത് കേട്ടോ. എന്നിട്ട് ചേഞ്ച് ചെയ്യണമെപ്പോഴും ഞാൻ വിചാരിക്കുകയാണേ, എന്തായാലും നമ്മൾ സെലക്ട് ചെയ്തല്ലോ, ഇനി അത് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ചേഞ്ച് ചെയ്യേണ്ട. അതെ അതെ, റൈറ്റ് സൈഡിൽ തന്നെ എന്നാണ് വിചാരിച്ചത് കേട്ടോ. താങ്ക് യു. ഇത് ഒരു തരത്തിലുള്ള ഒരു ഫോഴ്സിങ് ആണ്. നിങ്ങളെ മൈൻഡ് ഫോഴ്സ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ നമ്മളിപ്പോ ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മള് ഒരു മൈൻഡില് ഒരു സർക്കിള് മൈൻഡിലൊന്ന് ഇമാജിൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഒരു സർക്കിൾ കിളിമായിട്ടിരിക്കുകയാണ്. അതെയാ, ഒരു മൈൻഡിൽ ഒരു സർക്കിൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ആ സർക്കിളിന് നമ്മളൊരു കളറും കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഏത് കളറായിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞേ, ഒരാളൊന്ന് പറഞ്ഞേ. ഏത് കളറാണ് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ കൊടുത്തത്? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തത്. യെല്ലോ. ഇനിയൊരു ട്രയാങ്കിൾ കൊടുത്തു. ട്രയാങ്കിളിന് ഏത് കളറായിരിക്കും പറയാ? ഇതുപോലെ തന്നെ ട്രയാങ്കിളിന് ഒരു കളർ കൊടുത്തു. യെല്ലോ കളർ.
ട്രയാങ്കിളിനും യെല്ലോ തന്നെ. സർക്കിളിനും ട്രയാങ്കിളിനും ഒരേ കളറാണ് കൊടുക്കണത്. അതെ അതെ. ഓക്കെ. അതെ, ഓൾമോസ്റ്റ് ആളുകളും സർക്കിളിന് യെല്ലോ അല്ലെങ്കിൽ റെഡ് കൂടുതലും കൊടുക്കുന്നത്. സർക്കിളിന് റെഡും ട്രയാങ്കിളിന് യെല്ലോ ആണ് കൊടുക്കുക. എല്ലാവരും ചിന്തിച്ചവർക്ക് മനസ്സിലാവും. സർക്കിളിന് കൂടുതൽ ആളുകളും റെഡും അതുപോലെ തന്നെ ട്രയാങ്കിളിന് യെല്ലോ ആണ് എല്ലാവരും 90% ആളുകളും കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മളൊരാ കൂടുതലും ഒബ്സർവ് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ഫ്ലാറ്റിന്റെ മേലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് ക്ഷീണിക്കുന്നുണ്ട്. ഓരോ സ്റ്റെപ്പ് 10 നിലയുള്ള ഫ്ലാറ്റ് എന്ന് വിചാരിക്കുക. അന്ന് അവിടെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കയറി 1ാമത്തെ ഫ്ലോർ എത്തി, 2ാമത്തെ ഫ്ലോർ എത്തി, 8ാമത്തെ ഫ്ലോർ എത്തിയപ്പോഴേക്കും നമ്മൾ ആകെ കിതച്ചൊരു ഇതായി. 2 ഫ്ലോർ കൂടെ നമുക്ക് കയറാനുണ്ട്. നമ്മള് ലാസ്റ്റ് പിന്നെ ഫുൾ ശക്തിയും സംഭരിച്ചെടുത്ത് ഫുൾ എനർജി എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, 9ഉം കയറി 10ഉം കയറി നിന്നപ്പോ മേലത്തെ വിൻഡോ ഇങ്ങനെ തുറന്നിട്ട് സൈഡ് വിൻഡോ ആയിരുന്നു. സൈഡ് ഡോർ ഇങ്ങനെ വിൻഡോ ഇങ്ങനെ തുറന്നപ്പോ നല്ലൊരു കാറ്റ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇമാജിൻ ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം. നല്ലൊരു കാറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോ ഈ 10ാമത്തെ ഫ്ലാറ്റിന്റെ നേരടിയിലേക്ക് ആ മേലെ നിന്ന് നേരടിയിലേക്ക് നോക്കുമ്പോ നിങ്ങൾക്ക് എന്താ കാണുന്നത്? സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂള്, ഒരു പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു കാറ്, കുറെ വൃക്ഷങ്ങളുടെ ടോപ്പ്. ഇത് എല്ലാവരുടെ മൈൻഡിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആക്കണേ കൂടെ ഒരു പട്ടിക്കുട്ടി പോകുന്നത് കണ്ടു എന്നൊക്കെ പറയും. പക്ഷെ ഇതാണ് സംഭവം. ഓൾമോസ്റ്റ് എല്ലാവരും കാറ് പറയും, വൃക്ഷങ്ങളുടെ കൂമ്പ് പറയും, അല്ലെങ്കിൽ ടോപ്പ് ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരു കുട്ടികളുടെ പാർക്ക്, സ്വിമ്മിംഗ് പൂൾ, ഇത്ര കുറച്ച് കാര്യങ്ങൾ. ഇതെല്ലാം കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ അവരെ വണ്ടറടിച്ചിട്ട് യെസ് നിങ്ങളുടെ മൈൻഡ് പവർ ഭയങ്കര മൈൻഡ് പവർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കും. ഇതാണ് നമ്മൾ സൈക്കോളജിക്കലി ഫോഴ്സ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇതൊന്നും അല്ല മൈൻഡ് റീഡിങ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, പിടിച്ചെടുക്കലല്ല ഉദ്ദേശിക്കുന്നത്. ഒരാളുടെ മനസ്സിനെ പിടിച്ചെടുക്കൽ മൈൻഡ് റീഡിങ് അല്ല. പക്ഷെ മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ലാണ് ശരിക്കും പറഞ്ഞ മൈൻഡ് റീഡിങ്. മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നമ്മളത് മാക്സിമം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് ഈ മൈൻഡ് റീഡിങ് സ്കില്ലുള്ള ആളുകളുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോൺഫിഡൻസ് ആയിരിക്കും. ഫുൾ കോൺഫിഡൻസ് പവർ ആയിരിക്കും. നല്ല കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പിലായിരിക്കും. എല്ലാവരോടും നല്ല റിലേഷൻഷിപ്പിലായിരിക്കും. ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് അറിയാം ആളെന്തുകൊണ്ടാണ്. ഇപ്പൊ മറ്റേ ഇത് പറയുമല്ലോ, ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത്, അതായത് മൈൻഡ് റീഡിങ് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള അയാളെ മൈൻഡ് റീഡ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതായിരിക്കും. അല്ലാണ്ട് അയാൾ സംസാരിച്ചതിനെ അപ്പൊ തന്നെ പോക്ക് ഇത് തിരിച്ച് അതേ ടൂണിൽ തന്നെ മറുപടി കൊടുക്കല്ലേ ചെയ്യുക. എന്തുകൊണ്ട് അയാൾ അങ്ങനെ സംസാരിച്ചു എന്നുള്ളതായിരിക്കും ഇയാൾ മനസ്സിൽ അപ്പൊ കയറി വരുന്നത്. അപ്പോ ഈ സ്കില്ല് മാക്സിമം എല്ലാവരും ഡെവലപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാവരും ഒബ്സർവ് ചെയ്യുക. ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും അയാള് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അയാൾക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കുക. അപ്പോ നമ്മൾക്ക് കുറച്ചും കൂടെ അവരെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമാവും. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ, മറ്റേ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മൾ ചെന്നിട്ട് അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശ്വസിപ്പിച്ച് നമ്മളുടെ കാര്യം എന്താണ് നമ്മളിലേക്ക് അവരെ നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിലേക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. കൂടുതലും കൗൺസിലേഴ്സ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഇത് അവരെ എംപത്തറ്റിക് ഫീൽഡിലൊക്കെ എടുക്കുന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഒരു സംഭവമാണ് മൈൻഡ് റീഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെഗോഷിയേഷൻ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നെഗോഷിയേഷൻ മനസ്സിലായിട്ടുണ്ടാവല്ലോ. രണ്ടു കൂട്ടർ തമ്മിൽ തല്ലുണ്ടാക്കുന്ന സമയത്ത് രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇത് മോട്ടിവേഷൻ പോലെ നമുക്ക് പറയുന്നത് കേട്ടാ. മൈൻഡ് റീഡിങ്ങിന്റെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ്. നമുക്ക് കോൺഫിഡൻസ് പവർ, അതുപോലെ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ, ബെറ്റർ റിലേഷൻഷിപ്പ്, ഇൻഫ്ലുവൻസ് പവർ, ലീഡർഷിപ്പ് ക്വാളിറ്റി, പിന്നെ നെഗോഷിയേഷൻ. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൈൻഡ് റീഡിങ്ങിന്റെ ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് വരികയാണ്. മൈൻഡ് റീഡിംഗ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളെ മറ്റുള്ളവരെ മനസ്സിലാക്കണം. നമ്മൾ
മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ്, മറ്റുള്ളവര് നമ്മളെ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി എടുക്കണം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മള് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള ശക്തി ബിൽഡ് ചെയ്തെടുക്കുക. അതായത് ഈ റിയൽ സീക്രറ്റ്സ് ഓഫ് മൈൻഡ് റീഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവരുടെ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യുക? റീഡ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് അവരെ ഒബ്സർവ് ചെയ്യുക. നിങ്ങളെ ജനങ്ങളെ ഇന്ന് മുതൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമെന്ന് വിചാരിക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ജനങ്ങളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഇന്ന് തുടങ്ങി നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് സംസാരിക്കുക. കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കൂല. അപ്പൊ അതെന്താണെന്ന് ചോദിക്കുക. എന്താണ് നിങ്ങൾക്ക്, എന്താണ് വിഷമം? അപ്പോ മനസ്സ് തുറക്കാത്തവര് വരെ തുറക്കും. അപ്പൊ നമ്മൾക്കൊരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കും. അവരുടെ എന്തോ ഒരു ഇത് അവൻ മനസ്സിലാക്കി എടുക്കുന്നുണ്ട് എന്ന് പറയും. ഇത് ഇത്ര ഉള്ള സംഭവം. കോൺഫിഡൻസ് ഇല്ലാത്തവർ മുഖത്തോക്കി സംസാരിക്കൂല, അല്ലെങ്കിൽ പേടിയുള്ളവർ മുഖത്തോക്കി സംസാരിക്കൂല. ഈ സ്റ്റേജ് ഫിയർ ഉള്ളവർ കണ്ടിട്ടില്ലേ? സ്റ്റേജിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ സ്റ്റേജ് ഫിയറോട് കൂടിയാണ്. ആളെ കാലിന് ഇതുണ്ട്, ആളെ ടൂളില് ഒരു വിറയൽ വരുന്നുണ്ട്, ആളെ കൈക്ക് ഒരു ഇത് വരുന്നുണ്ട്, ആളെ മുട്ടിനൊരു വിറയൽ വരുന്ന പോലെ ഫീൽ ഉണ്ട്, അയാൾ മൊത്തം ശ്വാസം കിട്ടാതെ പോലെ ഒരു ഫീൽ വരുന്നത്. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുള്ള കാര്യങ്ങളാണ്. അപ്പോ നമ്മൾ ഇന്ന് തുടങ്ങി എന്ത് ചെയ്യുക? എല്ലാവരും ജനങ്ങളെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക, നന്നായിട്ട് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇന്ന് തുടങ്ങിയിട്ട് നമ്മുടെ ലൈഫ് അടിപൊളിയായിട്ട് മാറ്റാൻ കഴിയും. നല്ലൊരു സൂപ്പർമാൻ പവർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഇത് മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞത് വേൾഡ് സീക്രറ്റ്സ് ഒന്നുമല്ല. നമ്മളെ ചുറ്റുമുള്ളവരൊക്കെ നമ്മൾ നോക്കി കുറച്ചു നേരം ആഴത്തിലൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കുന്ന അവരെ കണ്ണിൽ നിന്നും, അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ അവരുടെ പ്രവർത്തികളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് മൈൻഡ് റീഡിങ് എന്നുള്ളത്. ഇതാണ് അതിന്റെ യഥാർത്ഥ സീക്രറ്റ്. അല്ലാതെ നമ്മൾ ഓടിപ്പോയിട്ട് ഇന്നൊരാള് നിങ്ങളെ മൈൻഡ് റീഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അയാള് ഇങ്ങനെ ചോദിക്കുന്ന പണം കൊടുത്തിട്ട് അയാളുടെ എന്താണ് വലയിലൊന്നും പോയിട്ട് വീഴണ്ട. എന്നെ പോലുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ല അഭിസാറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് ഇനി അടുത്തത് പറയണമെങ്കിൽ ഇത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും മണ്ടത്തരവും പൊട്ടത്തരവുമാണ്. അതിനൊന്നും ചെന്ന് വീഴരുത് എന്നും കൂടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എന്നെ ഇത്ര നേരം കേട്ട് സഹിച്ചിരുന്ന എല്ലാവരോരുത്തർക്കും പ്രത്യേകിച്ച് ഫാസാർക്ക് ദുബായിൽ നിന്നൊക്കെ ഈ സമയത്തൊക്കെ എഴുന്നേറ്റൊക്കെ വന്നിരുന്ന ക്ലാസ്സൊക്കെ പറഞ്ഞ വലിയ സംഭവം തന്നെയാണ്. ഫാസാർ ഇപ്പൊ കുറച്ചാളായിട്ട് മടിയാണ്, ക്ലാസ്സിലൊന്നും കാണാറില്ല. ഇന്ന് മുതൽ ക്ലാസ്സിൽ കൺസിസ്റ്റന്റ് കയറാന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഒറ്റ വാക്കിൽ എല്ലാവർക്കും പറയ്. തിരിച്ചു പണിയാണ്. റീഡ് ചെയ്തൊരു കാര്യം പറയട്ടെ. സജ്ന മാം വീണു പറഞ്ഞതില് ഫ്ലാറ്റായി ചോദിക്കുന്ന കേട്ടത് പഠിക്കണം, എത്ര രൂപ? അതെ. അല്ല അത് പ്രത്യേകം പറയാ. ഇത് അടുത്ത നാളെ ഇതിന്റെ ഒരു ഓഫ്ലൈൻ സെഷൻ കൊടുക്കുന്നുണ്ട് വിംബിൾ അക്കാദമിയുടെ ഓഫീസിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ വിംബിൾ അക്കാദമി മറ്റേ സംഭവം എന്തായിരുന്നു അത് പറയണേ? കഴിഞ്ഞ ആഴ്ച ചെയ്ത തന്നെയല്ലേ നാളത്തെ? കേട്ടില്ല. കഴിഞ്ഞ ആഴ്ച ചെയ്ത വൺ ഡേ അത് അല്ല, അത് വൺ ഡേ ഹിപ്നോട്ടിസം ഓഫ്ലൈൻ തന്നെയായിരുന്നു. അത് ഹിപ്നോട്ടിസത്തിന്റെ വൺ ഡേ വർക്ക്ഷോപ്പ് ആയിരുന്നു. ഇത്തവണത്തെ മെന്റലിസം വർക്ക്ഷോപ്പ് എന്തായാലും സജ്ന മാമിനെ അവിടെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ എല്ലാ കേട്ടുന്നവർക്കും നന്ദി. ആവേശം കണ്ടിട്ട് ഇന്നെ അവിടെ പോയി കിടന്നുറങ്ങും തോന്നുന്നുണ്ട്. അതെ കറക്റ്റ് ആയിരുന്നു പറഞ്ഞത്. ഞാൻ പെട്ടു. ഇനി ആ പേരും കൂടെ ഇങ്ങോട്ട് പറഞ്ഞ പേര് വേണമെങ്കിൽ ഞാൻ നാളെ എടുത്ത് പറഞ്ഞുതരാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ അത് എടുത്തുട്ടാന്ന്. ആദ്യം പിണക്കാന്നൊക്കെ പറഞ്ഞു. ആദ്യം ഇനി ഒരു ബന്ധമില്ലാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, എത്ര രൂപയാ ഫീസ്? മാം ആക്ച്വലി ഇതില് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മീൻസ് നമ്മുടെ എന്നുവെച്ചാൽ നമ്മൾ സംസാരിക്കില്ലെങ്കിൽ കൂടി, നമ്മൾ സംസാരിക്കാത്തപ്പോഴും നമ്മുടെ മനസ്സ് മീൻസ് സംസാരിക്കുന്നുണ്ടല്ലോ ത്രൂ ഇമോഷൻസിലൂടെ. അതൊരു ഭയങ്കര ഫാക്റ്റാണ്. താങ്ക് യു സോ മച്ച്. അത് നമുക്ക് മീൻസ് ഇപ്പൊ അൻസാർ പറയുമ്പോഴാണ് അത് അറിയെങ്കിൽ കൂടി ഡീപ്പായിട്ട് അതിലോട്ടൊന്ന് ചിന്തിക്കുന്നുണ്ടല്ലോ.
അതെ അവരടുത്ത് നമ്മള് സംസാരിക്കില്ലെങ്കിൽ ബോഡി ലാംഗ്വേജിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഭയങ്കര അവന് ഒരു മാത്രം സൂക്ഷിച്ചാ പോരാന്നാണ് പറയുന്നത് സാറ്. അതെ 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 സത്യം. നമ്മൾ കള്ളത്തരൊക്കെ ശരിക്കും മുഖത്ത് കാണാൻ പഠിക്കാണ്ട് പറ്റും. നമ്മൾ അതെ, കൊറേ അതെ, ഒക്കെ അതെ. ചെയ്യുന്നുണ്ടല്ലേ മൈൻഡ് റീഡിങ്? എന്ത് പഠിക്കാണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് മൈൻഡ് റീഡിങ്. ഉണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യും. ചെയ്യുന്നുണ്ട്. അതാണ് നമ്മള് സംസാരിക്കാത്തപ്പോഴും നമ്മുടെ മൈൻഡ് ത്രൂ ഇമോഷൻസിലൂടെ അത് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലൂടെ എല്ലാം ഒക്കെ നമ്മൾ സൈലന്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ ഈ ബോഡിയുടെ ഒരു ഭയങ്കരാണ്. താങ്ക് യു സോ മച്ച് അതെ ഫോർ അതെ ആൻസർ. താങ്ക് യു. ഈ പോലീസുകാരൊക്കെ കണ്ടിട്ടില്ലേ, ഒരാള് പറയുന്നത് കള്ളമാണ് സത്യമാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നത്. അവരിത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളോട് ചോദിക്കുമ്പോ അയാളെ കണ്ണിലൂടെ നോക്കി തന്നെ അവർ സംസാരിച്ച് പ്രാക്ടീസ് ആകുമ്പോ കഴിഞ്ഞ് അതെ കഴിഞ്ഞാല് അതെ നല്ല ആ, എക്സ്പീരിയൻസ് ഉള്ള പോലീസുകാർക്കൊക്കെ പെട്ടെന്ന് അത് മനസ്സിലാവും. അയാൾ പറഞ്ഞ നുണയാണ് അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞത് സത്യം എന്നുള്ളത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അത് നമ്മൾ പ്രാക്ടീസ് ഇങ്ങനെ ആണ് അല്ലേ ഒബ്സർവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട്. അത് എപ്പോഴും തന്നെ നമ്മളെ ഒരാളോട് സംസാരിക്കുമ്പോൾ മാക്സിമം കണ്ണിൽ നോക്കി സംസാരിക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ലെവലും ഇൻക്രീസ് ആവും എന്നുള്ളത്. അതെ, നമ്മളെ സൈലൻസിലൂടെ വരെ നമ്മളെ ഇത് മനസ്സിലാക്കുന്നല്ലേ പറഞ്ഞത്. അതെ അതെ നമ്മളെ സത്യം. സംസാരത്തിൽ നിന്നും സൈലൻസിൽ നിന്നും. അതുപോലെ ഇപ്പൊ എല്ലാതും ജിഷ മാം സൈലൻസിലൂടെ അല്ലേ ഒരാളെ പൊക്കിയത്. എനിക്ക് തോന്നുന്നു ജിഷ മാം പോലീസ് ട്രെയിനിങ് എടുത്തുണ്ടോ ഡൗട്ട് ഉണ്ട്. അതെ മാം ആരാ മോള്? സൈലന്റ് ആയിട്ട് ആളെ കാണാതെ മാം ഫൈൻഡ് ഔട്ട് അല്ല ചെയ്തത്. അല്ല അല്ല ജിഷ ഞാൻ പേര് മെഡിറ്റേഷൻ നോക്കാതെ തന്നെ മാത്രല്ല. പറഞ്ഞില്ല ജിഷ മാമാണ് കണ്ടതെന്നുള്ളത്. അൺമ്യൂട്ട് ചെയ്ത ആള് ജിഷ മാം പറഞ്ഞില്ല. അത്രയും കോൺഫിഡൻസ് പുള്ളിക്കാരിക്കാണ്. അതെ. ജിഷ മാമിനോട് ഒരു പ്രാവശ്യം ഞാന് ആരുടെയോ ക്ലാസ്സിൽ വെപ്രാളുണ്ട് എന്ന് പറഞ്ഞിട്ട് മാം എന്നോട് സമ്മതിച്ചില്ല. ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ മാമിനോട് പറഞ്ഞ ഇല്ല മാം ഉണ്ട് എന്ന്. അത് വേറൊരു ട്രിക്കാണ്. അത് വേറെ ട്രിക്കാ. അതൊക്കെ ഇതിൽ വരുന്നത് തന്നെയാണ്. ആരുടെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ എനിക്ക് ജിഷ മാം ഇത് നേരത്തെ പഠിച്ചതാണെന്ന് തോന്നുന്നത്. അത് പ്രാക്ടീസ് എന്തോ പറയുന്നുണ്ട്. അതെ അതെ മാം പഠിക്കുന്നു വേണം. ഹലോ, അബി സാർ എന്തോ പോലീസ് പറയുന്നുണ്ട്. ട്രെയിനിങ് കഴിഞ്ഞതാ. ഞാൻ പറഞ്ഞ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താണ് മൈൻഡ് റീഡിംഗ് എന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചു. സാറ് പറഞ്ഞതിന്റെ വിട്ട് നമുക്ക് ഈ കൗൺസിലിംഗ് ഒക്കെ ഇരിക്കാൻ നേരത്ത് നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ അവർ സമ്മതിച്ചു തരത്തില്ല. അവരുടെ കണ്ണിലൂടെയും അവരുടെ മുഖഭാവങ്ങളിലൂടെയും. ഇപ്പം ഹാൻഡ് ഷേക്ക് ഒക്കെ പറഞ്ഞത് വളരെ നമുക്ക് കൈ തണുത്തിരിക്കാൻ നേരത്ത് നമുക്ക് അറിയാൻ പറ്റും ചിലർ ഹാൻഡ് ഷേക്ക് ചെയ്യാൻ നേരത്ത്. പിന്നെ എങ്ങനെ ചെയ്യുന്നു എന്ന് സാറ് പറഞ്ഞൊക്കെ വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ മുഖം നോക്കിയാൽ അവർ ഇരിപ്പ്, ചിലവര് സ്ട്രെസ്സിൽ എങ്കിലും അവർ കൈ ഇങ്ങനെ ആക്കും. അന്നേരം അറിയാം മുഖത്തും കൈ ഇങ്ങനെയൊക്കെ കാണിക്കാൻ നേരം എന്തൊക്കെയോ അവർ സ്ട്രഗിൾ ചെയ്യുന്നു. പിന്നെ പറയാൻ നേരത്ത് സംസാരിക്കാൻ നേരത്ത് അവർ വാക്കുകൾ വരുന്നില്ല. സാധാരണ നന്നായി സംസാരിക്കുന്നവര് ബ്ലോക്ക് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ. ആ കണ്ണ് മോഭാവം ചെയ്യുമ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഇവിടെ ആൾക്കാർ വരുന്ന ചിലപ്പോൾ അവർക്ക് ഓപ്പൺ അപ്പ് ആവാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ മനഃപൂർവ്വമല്ല, എന്തൊക്കെയോ മനസ്സിലുണ്ട്, അത് പറയാൻ പറ്റാത്തൊരു അവസ്ഥ വരും. ചിലപ്പോൾ അവര് ചിലത് വിട്ട് പറയത്തില്ല. ഇതൊക്കെ കാണാൻ നേരം നമുക്ക് മനസ്സിലാവും അവർക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്, പക്ഷെ അവര് പിടിച്ചു വെച്ച് സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യണത് അവരുടെ അടുത്ത് എനിക്കിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഇതുപോലെ സംസാരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധി നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ അവര് നമ്മളടുത്ത് എന്തോ മറച്ചു വെച്ച് സംസാരിക്കാൻ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാൽ പോലും നമ്മൾ നീ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാറില്ല. അപ്പൊ 2 സെക്കൻഡ് വീണ്ടും ചോദിക്കുക, നീ എന്താ നിനക്ക് മനസ്സിലായിട്ട് അത് ചോദിക്കാതിരുന്നത്? എനിക്ക് നിനക്ക് മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ എന്ന് പറയും. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ ചിലത് നമ്മളുടെ സൈലന്റും അവര് മനസ്സിലാക്കും. അവനെല്ലാം മനസ്സിലാക്കി എന്നുള്ളത്. ഇന്നെല്ലാം ഓപ്പണായിട്ട് പറയാനെന്ന് വിചാരിക്കും. നമ്മൾ കൂട്ടുകാരുടെ ചിലപ്പോ മോഭാവം നമ്മൾ കണ്ടിട്ട് എന്താന്ന് ചോദിച്ചാൽ ഒന്നുമില്ല 2 പ്രാവശ്യം ചോദിച്ചാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അത് എന്തോ മനസ്സിലുണ്ട്, പക്ഷെ അത് പിടിച്ചു നിൽക്കാൻ അവർക്ക് പറ്റുന്നില്ല. ചിലരങ്ങനെ എല്ലാം പറഞ്ഞു. അബി സാർ, ഈ ക്ലയൻസിനെയൊക്കെ കയ്യിലെടുക്കാനും മെന്റലിസം നല്ലതാണ്. നമ്മള് ഫസ്റ്റില് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടും. എന്റെ ഓൺലൈൻ ശിഷ്യനാണ് അബി സാറാണോ? അബി സാറ്. ഓക്കെ. അല്ല, ക്ലയൻസിനൊക്കെ നമ്മളിൽ ഒരു കോൺഫിഡൻസ് വരാനും ഒരു മെന്റലിസം ഒക്കെ കാണിച്ചാലേ അവര് വിചാരിക്കാം
അത് കുഴപ്പമില്ല എന്ന് നമ്മുടെ വിചാരിക്കും. ഇവിടെ പേഴ്സണൽ സെഷൻ അങ്ങനെ പറ്റത്തില്ല. നമുക്കൊരു ഗ്രൂപ്പുകളിലോ ക്ലാസ്സോ ഒക്കെ എടുക്കാൻ നേരത്തെ ഇച്ചിരി ബെറ്റർ ആയിരിക്കും. നമ്മള് കൗൺസിലിംഗ് സെഷൻ ഇരിക്കാൻ. പക്ഷെ മനസ്സിൽ ഇപ്പൊ പറഞ്ഞതിന്റെ കൂട്ട് മൈൻഡ് റീഡിങ് ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ടെക്നിക്കിലൂടെ അവള് ചിലപ്പോൾ മറച്ചു വെക്കുന്ന കാര്യമൊക്കെ നമുക്കൊന്ന് ചോദിക്കാൻ പറ്റും. മനസ്സിലാക്കാം. അപ്പൊ അവർക്ക് തോന്നുവോ അത് മനസ്സിലാക്കിയല്ലോ എന്ന്. അപ്പം പിന്നെ ഓപ്പൺ അപ്പ് ആവാൻ ശ്രമിക്കും. ഇപ്പം കൈയുടെ ആക്ഷനും മുഖഭാവവും ചിലപ്പോൾ അവരുടെ പാൽപിറ്റേഷൻ നമുക്ക് തോന്നും. അവരുടെ ബ്രീത്തിങ് വളരെ കൂടുതൽ. ഇങ്ങനെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. കാലുകളുടെ ചലനങ്ങള്, കൈകളുടെ ചലനങ്ങള്, ഇതൊക്കെ നമുക്കറിയാം. അവരെ ആക്ച്വലി അവരുടെ കൺട്രോളിൽ അല്ലാതെ പോകുന്നതാണ് ഈ ആക്ഷൻസ് ഒക്കെ. മനഃപൂർവ്വം അല്ല, ഉള്ളിലുള്ള ഒരു അതാണ് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ശരീരഭാഗത്തിലൂടെ അത് പ്രകടനം. സാറ് പറഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞല്ലോ, നമ്മൾ വായും കൊണ്ട് കള്ളം പറഞ്ഞാലും മുഖവും കണ്ണും ശരീരവും നമ്മളോട് സത്യമേ പറയത്തുള്ളൂ. അല്ല, 1-to-1 സെഷനിൽ അത് പറ്റില്ല. കാരണം അതിന് അവര് ആ ഒരു മൂഡിലായിരിക്കില്ല. ഇല്ല ഇല്ല. എൻജോയ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അവരൊന്ന് നന്നായി ശ്രദ്ധിച്ചു. അത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലായാലും ഫാമിലിയിലായാലും എല്ലാം സാറ് പറഞ്ഞതിന്റെ കൂട്ട് എല്ലായിടവും നമുക്ക് കണക്ട് ചെയ്ത് പോകാം. ഫ്രണ്ട്ഷിപ്പിലായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ചിലവര് അങ്ങനെയാണല്ലോ, 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ചിലവർക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ ഒരാളെ കാണത്തുള്ളൂ. മനസ്സിലായോ? ചില ഫ്രണ്ട്സ് ഹൈഡ് ചെയ്യുക, അവരെ സേഫ് ചെയ്തുകൊണ്ടുള്ളൊരു ഇതുണ്ടാവുമല്ലോ. ചില കുട്ടികളൊക്കെ ആകുമ്പോ ഹൈഡ് ചെയ്തിട്ട് അവരെ സൈഡ് സേഫ് ആക്കിക്കൊണ്ടുള്ള കൗൺസിലിങ്ങിലൊക്കെ. അതുപോലെ തന്നെ നുണ പറയുന്നത്, അതൊക്കെ നമുക്ക് അത്യാവശ്യം പിടിക്കാൻ പറ്റും ഈ ഒരു ബോഡി ലാംഗ്വേജും ഒബ്സർവേഷനും വെച്ചിട്ട്. അത് മാത്രല്ല ഈ മെന്റലിസം പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യണ ഈ കോൺഫിഡൻസും അതാണ് ഏറ്റവും മെയിൻ ആയിട്ട്. എന്നാലും താങ്ക് യു അൻസർ സാർ. സാറ് കാണിച്ച ട്രിക്ക് എനിക്കത് മനസ്സിലായി. പക്ഷെ അത് അതിൽ പല കാര്യങ്ങളും നമുക്ക് സാറ് അതെ അതെ, അത് സാറിന്റെ കോൺഫിഡൻസ് ആണ്. അത് ഡൈവേർട്ട് ഒരു കോൺഫിഡൻസ് ആണ് ചോദ്യങ്ങളൊന്നും ചോദിക്കും. അതൊരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാം പറഞ്ഞതിന്റെ കൂട്ട് നല്ല പ്രാക്ടീസും നല്ല കോൺഫിഡൻസും ഉണ്ടെങ്കിൽ ഓഡിയൻസിനെ ഡീൽ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. അതിന് ഇരുന്നിട്ട് കാര്യമില്ല. ഓഡിയൻസിന്റെ ഫോക്കസ് മാറാൻ പാടില്ല. ഫോക്കസ് നമ്മുടെ കയ്യിലായിരിക്കണം, അല്ലെങ്കിൽ പണി പാടും. പിന്നെ ജിഷ മാം വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഹാപ്പി ആയി. ജിഷ മാം ആണ്. അതെന്താ? നമ്മ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ടല്ലോ, കണ്ടിട്ടില്ലെങ്കിലും നമ്മ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. നമ്മളെ സ്റ്റാർട്ടിങ് ഗ്രൂപ്പിലല്ലേ? അതെ 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 അതെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സോറി, നല്ലൊരു ക്ലാസ്, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സർ, can you share any experience wherein you could not read the other person? അങ്ങനെ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. പറ്റാത്തതല്ലേ? ചിലരൊന്നും കിട്ടൂല. നമ്മള് ഇപ്പോ കഴിഞ്ഞ ഓഫ്ലൈൻ വർക്ക്ഷോപ്പിൽ പോയപ്പോ തന്നെ നമ്മള് അവരെ മൈൻഡിനെ കോൺഷ്യസിനെ ഔട്ട് ചെയ്ത് സബ് കോൺഷ്യസിനെ ഉണർത്തി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചില ആളുകള് എന്തോ പേടിച്ചിട്ടാണെന്ന് തോന്നണ്, ഫസ്റ്റ് ഒക്കെ ഇരുന്ന് തരും, ഇമാജിൻ പവർ ഒക്കെ കൊടുത്ത് നമ്മളെ ഇരുത്തിയാൽ പോലും അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തിരിച്ച് കോൺഷ്യസിലേക്ക് തന്നെ വരികയായിരുന്നു ഈ കഴിഞ്ഞ ഓഫ്ലൈൻ സെഷനിൽ. അവര് നമുക്ക് പറ്റാത്തതൊക്കെ ഒരുപാട് സംഭവങ്ങൾ വരും. നമ്മളത് അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതിനെ അവരെ ഹാപ്പി ആക്കി വിടും എന്തായാലും. ഓക്കെ സർ. പിന്നെ ഒരു കാര്യം സർ, സപ്പോസ് നമ്മൾ ഇതില് വിക്ടിം, ഒരാള് നമ്മൾ ഈ മൈൻഡ് റീഡ് ചെയ്തിട്ട് വിക്ടിം ആക്കാനുള്ള ഒരു പ്രോസസ്സിലാണ് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തു വെച്ചോളൂ സർ. അതിലിരുന്ന് എങ്ങനെയാണ് ഈ ഒരു വിക്ടിം ആ മൈൻഡ് റീഡ് ചെയ്യുന്ന പേഴ്സണിനെ ഡിസ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? ബിക്കോസ് വി സഡൻലി റിയലൈസ് ദിസ് പേഴ്സൺ ഇസ് ട്രൈങ് ടു ട്രാപ്പ് us, ബിക്കോസ് അങ്ങനെ കുറെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടല്ലോ. അവർ ഈ മൈൻഡ് റീഡിങ് അറിയായിരിക്കും. അപ്പൊ അവർ വന്നിട്ട് നമ്മളുടെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മളെ ട്രാപ്പ് ചെയ്ത്, ബിക്കോസ് ദേ ടെൽ ഗുഡ് വേർഡ്സ്, അങ്ങനെയാണ് പലപ്പോഴും പലരും ട്രാപ്പ് ആയി പോകുന്നുണ്ട്.
അവർക്കുള്ള ഉണ്ട് ഒരു ഉണ്ട് അഡ്വൈസ് അങ്ങനെയുണ്ട്. എങ്ങനെയാണ് സർ? ഹൗ ക്യാൻ യു ലൈക്ക് ഇഫ് ഐ ക്യാൻ അഡ്വൈസ് അത് ദാറ്റ് ഞാൻ യെസ് സർ. പറയുമ്പോഴേ എപ്പോഴും നമ്മളുടെ ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്കൊരു കോൺഫിഡൻസ് പവർ ഉണ്ടാവും. ഓട്ടോമാറ്റിക് നമ്മൾ ഈ പറഞ്ഞില്ലേ, നമ്മള് കളവ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ബോഡി എപ്പോഴും സത്യം പറയുള്ളൂ. അപ്പോ സത്യം വിജയിക്കും എന്നുള്ളതാണ്. എവിടെ സത്യം വിജയിക്കും. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇപ്പൊ അവരോട് ഇപ്പൊ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒരു വിഷയം കറക്റ്റ് ആണ്. അപ്പൊ ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നോണ ഒരു കളവ് അവിടെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അവരൊറ്റ കളവിന്റെ പുറത്ത് ചിലപ്പോ ഒരു 10 ചോദ്യം വേറെ വന്നാൽ ഈ 10 ചോദ്യത്തിന് ഈ കളവിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പൊ ഈ 10 കളവും കൂടെ പിന്നാലെ പറയേണ്ടി വരും. നമ്മളെ പറയുന്ന നമ്മളെ ഇപ്പൊ മാം പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ സത്യസന്ധനായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാലോ. ഇന്ന സമയത്ത് നമ്മ ഇന്ന സ്ഥലത്തായിരുന്നു. അപ്പൊ ഇപ്പൊ വേറൊരാൾ വന്നിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യുന്നത്, നീ അങ്ങനെ പറയരുത്, ഇന്ന സമയത്ത് നീ വേറെ ഇങ്ങനെയാണ് മാം ഉദ്ദേശിച്ചതല്ലേ, ഞാൻ നിന്നെ സഹായിക്കാം, നീ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യിക്കും. അപ്പൊ നമ്മൾ ആ സമയത്തും നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾ ആ സത്യം വിജയിക്കും എന്നുള്ളതാണ്, കൺഫേം ആണ്. ഓക്കെ സർ, ബിക്കോസ് ഞാൻ ഇതേ ഒരുപാട് ഗേൾസ് വിക്ടിം ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ മൈൻഡ് റീഡിങ് കാരണം സോ അതിലിരുന്ന് നമ്മൾ ഈ ഗേൾസിന് ഏത് രീതിയിൽ ഒന്ന് ഒരു കോൺഷ്യസ് ആക്കുക, അലേർട്ട് ആക്കുക എന്നുള്ള ഒരു ആംഗിളിരുന്നാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സോ ജസ്റ്റ് ഫോർ ദാറ്റ് പർപ്പസ് ഞാൻ ചോദിച്ചു. ഓക്കെ സർ. ഞാൻ എല്ലാവരോടും ഉറപ്പായിട്ടും പറയും, ഇത് ഒരു അമാനുഷിക ശക്തിയൊന്നുമല്ല. ഇപ്പൊ കൂടുതലും ഇങ്ങനെ മെന്റലിസ്റ്റുകളും ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊന്നും അമാനുഷിക ശക്തിയല്ല, ആർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത്. അതുപോലെ മൈൻഡ് റീഡ് ഇപ്പൊ പറഞ്ഞില്ലേ, ഈ ഇത്രയും കാര്യങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈൻഡ് റീഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ മെന്റലിസത്തിലാണെങ്കിൽ കുറച്ച് ഇപ്പോ ഒരുപാട് അപ്ഡേറ്റഡ് ലെവലുകൾ വന്നിട്ടുണ്ട്. അതിനെന്ന് പറഞ്ഞാല് പല ടൂൾസുകൾ, മൈൻഡ് റീഡ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരുപാട് ടൂൾസുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഗിമിക്കുകൾ ഉണ്ട്. പിന്നെ ഒരുപാട് വഴികൾ, പല വഴികൾ ഇങ്ങനെ തുറന്നെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മള് അപ്ഡേറ്റഡ്, അതായത് വലിയ കോഴ്സുകളിലൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ബേസ് ക്ലാസ്സിൽ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു അവയർനെസ് പോലെ ഞാൻ എടുത്തൊരു ക്ലാസ് ആണ്. എല്ലാവർക്കും നന്ദി. സാർ ഇപ്പൊ വിംബിളിൽ നടക്കാൻ പോകുന്നത് സൺഡേ സാറിന് ക്ലാസ് ഇല്ലേ അവിടെ ഓഫ്ലൈൻ? ഉണ്ട്. അത് മറ്റേതിന്റെ കഴിഞ്ഞ ആഴ്ച ചെയ്തതിന്റെ കണ്ടിന്യൂവേഷൻ ആണോ, അഡ്വാൻസ്ഡ് ആണോ? അല്ല, അത് കഴിഞ്ഞ തവണ നടത്തിയത് ഹിപ്നോട്ടിസവും ഇത്തവണത്തെ മെന്റലിസവുമാണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് സജന മാം ഇന്നിപ്പോ അടുത്ത ക്ലാസ്സിന്റെ അഡ്വാൻസ്ഡ് വേഗം വെക്കോ. അതെ ഇന്നത്തെ ക്ലാസ്സിന്റെ നല്ല ഡീപ്പായിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് ഇതെങ്ങനെ ഓൾറെഡി വിംബിളിൽ എത്തിയെന്ന് തോന്നുന്നുണ്ട്. അതെ വിംബിളിന്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആളാണ് നമ്മളോട് ചോദിക്കുന്നത് നാളത്തെ ക്ലാസ് ഏതാണെന്നും കഴിഞ്ഞ ക്ലാസ് ഏതാണെന്നും. അല്ല, സാറ് സജന മാമിനെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇത്ര കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്ത് അതേ പറഞ്ഞേ, 90% ആളുകൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. അതെനിക്ക് മനസ്സിലായി, അതാണ് ഉദ്ദേശിച്ചെന്നുള്ളത്. അതിന്റെ എന്ന് പറയുമ്പോ തന്നെ പകുതി പോവും അല്ലാതെ. അതെ. ഈ ദിലീപിന്റെ ഒരു മൂവി ഇല്ലായിരുന്നോ, ഇമ്മിണി ബാലഭാസ്കർ എന്ന പേര് ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ, കണ്ണിലെ എങ്ങനെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നു എന്നൊക്കെ. റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, ആരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല. ദിലീപിന്റെ ഒരു മൂവി ഉണ്ട്. ദിലീപ് ഒരു വിക്കനാണ്, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ബാലഭാസ്കറിനോ എന്തോ ഒരു മൂവിയാണ്. കണ്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് ലോയർ ആണല്ലോ അല്ലെ ദിലീപ്? അതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് റൈറ്റ് സൈഡിൽ മുകളിലോട്ട് നോക്കുക, അങ്ങനെയൊക്കെ ഇല്ല, ലെഫ്റ്റ് സൈഡ് മുകളിലോട്ട് നോക്കുക. അതെ. അപ്പൊ അത് കോപ്പി ചെയ്യാൻ നേരത്ത് ദിലീപ് പറയുന്ന അവൻ അങ്ങനെയല്ല, അവൻ എഴുതുന്നത് ലെഫ്റ്റ് ഹാൻഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് കള്ളം പറയാൻ നേരത്തെ കണ്ണന്റെ നോട്ടം എങ്ങോട്ടാ കൃഷ്ണമണി പോകുന്നതെന്നുള്ള കാര്യങ്ങൾ. കോടതി സമക്ഷം ബാലൻ വക്കീൽ അതല്ലേ? അതെ പേര് ഞാൻ ഓർത്തില്ല.
ജിഷ മാം വരുന്നുണ്ടോ ക്ലാസ്സിന്? ഇല്ല, എനിക്കറിയാലോ മൈൻഡ് റീഡിങ്. ജിഷ മാം നാളെ വരുന്നില്ല, പിന്നെ വരാം. ഞാൻ എന്തായാലും നാളെ വരുന്നില്ല, ഇങ്ങനത്തെ ബാച്ചിന് ഇല്ലേ, മാത്രം. നാളെ പോകുന്നില്ലേ? നാളെ പോ. ഇല്ല, നാളെ എനിക്ക് വേറെ കാര്യങ്ങളുണ്ടേ. എന്തായാലും ക്ലാസ്സുകൾ ഇനി ഉണ്ടാവും അല്ലേ? പിന്നല്ലാണ്ട് ഫൈസൽ സാർ പറഞ്ഞത് എല്ലാ ജില്ലയിലും വെക്കണം എന്നാണ്. അത് ശരി. ഫൈസൽ സാറ് വീഴ്ത്തി. ഫൈസൽ സാറിന്റെ മൈൻഡ് റീഡ് ചെയ്തെടുത്ത് ഫോഴ്സ് ചെയ്ത് ഞാന് ഫൈസൽ സാർ എന്നെ കണ്ടിട്ട് പോലും ഇല്ല. ഫൈസൽ സാറിന്റെ മൈൻഡ് ഇടല്ല, ഫൈസൽ സാറിന്റെ വൈഫിനെ ഹിപ്നോട്ടൈസ് ചെയ്തു അന്ന് എന്നിട്ട്. പുള്ളി ഫ്ലാറ്റ് ആയി കിടക്കണം അവിടെ. കറക്റ്റ് ആയിട്ട് എങ്ങോട്ടാ പോണ്ടതെന്ന് അൻസാർ സാറിന് അറിയാം. അതെ സാറില്ല ഭാഗ്യം. ഞാൻ ഫൈസൽ സാറിന്റെ വൈഫിന്റെ അടുത്ത് ചോദിച്ചിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര ഹൈപ്പാക്കണ്ട പറഞ്ഞതാണ്. അതെ സാറില്ലാതിരുത്ത ഭാഗ്യം, അല്ലെങ്കിൽ ഒറ്റ എല്ലാ ജില്ലയിലും ക്ലാസ് വെക്കണ്ടെന്ന് പറഞ്ഞു. ഇതോടെ മതി നിന്റെ ക്ലാസ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? എവിടെ ഇരിക്കുന്നത് സാറ്? വണ്ടിയുടെ അകത്താ? ഇതെന്റെ വണ്ടിയുടെ അകത്താണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണ്. സാറ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? അബി സാറ്? സോറി, ഞാൻ കാനഡയില്. ശരി ശരി. +1 കണ്ടോണ്ട് ചോദിച്ചു. ഇപ്പൊ ലാസ്റ്റ് ബാച്ചിലല്ലേ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അതെ ഞാൻ ഇപ്പോഴത്തെ ബാച്ചിലാണ്. സാറിന്റെ ഒരു ക്ലാസ് വേണം, നമ്മുടെ മോർണിംഗ് സർക്കിളില്. ഓക്കെ യാത്രയൊന്നും ആയിട്ടില്ല. മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മളിവിടെ ഞാൻ മിക്കവാറും കേറാറുണ്ട് ഈ ജോലി കഴിഞ്ഞുള്ള. 1 മണിക്കൂർ അടിപൊളിയായിട്ട് ക്ലാസ് എടുത്ത് തരുന്ന ആളാട്ടാ അബി സാറ്. അബി സാറിന് ഒരു ക്ലാസ് വേണം എന്തായാലും. ഇപ്പൊ തന്നെ ഒരു ട്രെയിനറുടെ ലുക്ക് ഉണ്ട്. ലുക്കിലല്ല കാര്യം, വർക്കിലാ കാര്യം. അപ്പിയറൻസ് അല്ലേ ആദ്യം ശ്രദ്ധിക്കുക. റീഡ് ചെയ്യാം അൻസാർ സാറേ. അതെ എനിവേ താങ്ക് യു. ടൈമൊന്നും പ്രശ്നമില്ലല്ലോ, നേരത്തെ എണീക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് ഇവിടെ ഈ സമയം എനിക്ക് കുഴപ്പമില്ല. നിങ്ങളവർക്ക് ഞാൻ വളരെ ആക്റ്റീവായിട്ടായിരിക്കുന്നത്. പക്ഷെ രാവിലെ നമ്മുടെ ക്ലാസ്സിലെയൊക്കെ നാട്ടിലെ രാവിലെ സമയം എനിക്ക് ഇച്ചിരി പ്രശ്നമാണ്. ഞാൻ 4 മണിക്ക് എഴുന്നേക്കേണ്ടിയൊക്കെ വരും. 5 മണി 4 മണി. അതെ, മോർണിംഗ് സർക്കിള് പ്രശ്നമില്ല. ഇവിടെ ഇപ്പം 4:30 5 മണിയായി, വൈകുന്നേരം 5. PST തന്നെയാണല്ലേ? ഞാനും PST തന്നെയാ. 4:54. അതെ 54. സാർ എവിടെയാ? കാലിഫോർണിയ? ലോസ് ആഞ്ചലസ്. ഓക്കെ. അപ്പൊ നമ്മുടെ 2 സമയം ഒന്നാ. അതെ, നല്ല സമയമാണ് രണ്ടുപേർക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ജയിൽ വിസിറ്റ് നടത്തുന്ന ആളാണ്. അപ്പോ എനിക്ക് ഈ മൈൻഡ് റീഡിങ് ഉപയോഗപ്പെടുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും. മൈൻഡ് റീഡിംഗ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് തുടങ്ങിയിട്ട് നിങ്ങള് എല്ലാവരും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ മതി. ഇന്ന് തുടങ്ങി നിങ്ങളൊരാളെ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് തുടങ്ങി, ലൈഫിൽ മാത്രമല്ല നിങ്ങളുടെ റിലേഷനിൽ വരെ നിങ്ങളുടെ മാറ്റം കണ്ടെത്താൻ പറ്റുന്നുള്ളത്. ഇന്ന് തുടങ്ങി തന്നെ മാറ്റം ഉണ്ടാവും. ഏത് കള്ളനെയും പിടിക്കാം
അല്ലേ? അല്ല, നമ്മുടെ മുന്നിലുള്ള രജിസ്റ്ററിൽ അത്യാവശ്യം നല്ല സെക്ഷൻസ് ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ ചിലര് വളരെ നിഷ്കളങ്കരായിരിക്കും. നമുക്കത് അവരെ കണ്ടാലോ അല്ലെങ്കിൽ അവരുടെ സംസാരം കേട്ടാൽ മനസ്സിലാവും പെടുത്തിയതാന്ന്. പക്ഷെ ചിലര് മൊത്തം കള്ളന്മാരായിരിക്കും, അത് നമുക്കറിയാം. പക്ഷെ ചില ദിവസങ്ങളിൽ വീട്ടിൽ വന്നാലും എൻ്റെ മൈൻഡ് ഹോണ്ട് ചെയ്തോണ്ടിരിക്കും, അത് വേണ്ടായിരുന്നു എന്ന്. ചിലര് ഭയങ്കര സത്യസന്ധനാണെന്ന് നമുക്ക് തോന്നും. ചില കുട്ടികളൊക്കെ ഈ IT ആക്ടിലൊക്കെ ചെന്ന് പെട്ടിട്ട്. അപ്പോ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മെന്റലിസം അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് അപ്പൊ തന്നെ പറയായിരുന്നല്ലോ എന്ന്. ഉണ്ട്. കൊറേ പോലീസുകാര് അങ്ങനെ വന്ന് വിളിച്ചിട്ട് പോയി നമ്മളെ സാറന്മാരൊക്കെ കേട്ടാ. ഞാനൊന്നും അങ്ങനെ പോയിട്ടില്ല. ഞാൻ സാറന്മാരൊക്കെ പറഞ്ഞേക്കാം, അങ്ങനെ സാറ് പോലീസുകാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വന്നിട്ട് അവരായിട്ടൊന്ന് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്രേ ഉള്ളൂ, നമ്മളൊരാളെ കണ്ണിലേക്ക് നോക്കി, ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ആയാലും കുറച്ചൊരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 മിനിറ്റ് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. അവരെ കണ്ണിലേക്ക് നോക്കി കഴിഞ്ഞാല് അവര് എല്ലാ സത്യം ചിലപ്പോ ഒരൊറ്റടിക്ക് വിളിച്ചു പറയും. അല്ല, കണ്ണിലേക്ക് അൻസാർ അവര് സാറല്ലേ അന്നൊരു ദിവസം ക്ലാസ് എടുത്തത്? എനിക്ക് എന്നെ എന്താണ് ഒരു മൈൻഡിനെ പറ്റിയിട്ട് ഒരു ദിവസം ക്ലാസ് എടുത്തത്. എന്റെ ഭാര്യയ്ക്ക് പോലും അറിയില്ല എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ? ആ ക്ലാസ്സിൽ ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് മൈൻഡ് ഹാക്കിംഗ് ആയിരുന്നു. അപ്പൊ അതങ്ങനെ പറഞ്ഞു അവസാനം നോക്കുമ്പോ മൈൻഡായിരുന്നു. അല്ലേ? അതെ അതെ, അത് ഭയങ്കര വിറ്റായിരുന്നു. ആ ക്ലാസ്സിന്റെ ഇത് വിട്ടുകൊടുത്തിട്ട് എന്നോട് പോലും പറയാത്തത് ഇത് എന്തായിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഫുള്ള് കേക്ക്, അത് പകുതി കേട്ടിട്ട് തല്ലുപിടിക്കാൻ വന്നേക്ക്. അത് ഫുള്ള് കേൾക്കാനുള്ള ക്ഷമ കിട്ടിയിട്ടുണ്ടാവില്ല. ക്ഷമ കിട്ടിയിട്ടുണ്ടാവില്ല. അതിനെയും കൂടെ പഠിപ്പിച്ചു കൊടുക്കാറുന്നില്ലപ്പാ. അതോടെ ഞാൻ തീർന്ന്. അതെ അതെ അതെ. എന്നാ പൊളിഞ്ഞു. ഞാൻ ഇപ്പൊ തന്നെ ആകെ സമാധാനത്തിൽ ആകെ ഒരു ദിവസം വീട്ടിലെത്തുന്നത്, അത് കൂടെ പോണ്ട പിന്നെ അങ്ങോട്ട്. ഒബ്സർവേഷൻ സ്കില്ലാണല്ലേ അപ്പൊ വേണ്ടത് നമുക്ക്. അതെ അതെ അതെ. സജന മാം എന്തായാലും നാളെ അവിടെ കാണും കേട്ടോ. വരില്ലാന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ വരില്ലാന്ന് പറഞ്ഞിട്ട് വന്നാ ഞാൻ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഇല്ല, നാളെ തിരക്കാൻ തോന്നുന്നു. അപ്പൊ ഞാൻ വരുന്നില്ല. എനിക്ക് നാളെ ഇവിടെ സ്റ്റുഡൻസിന് എക്സാം ആണ്, മിഡ് ടേം എക്സാം ആണേ. അപ്പൊ നാളല്ല മറ്റന്നാള്. അപ്പൊ അത് കാരണം കൊണ്ട് ട്യൂഷന്റെ ടൈമൊക്കെ പ്രശ്നമാവും. സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും വരും. നമ്മുടെ മറ്റേ പ്രശാന്ത് സാറും ഉണ്ടല്ലോ. നാളെ പുള്ളി വരുന്നില്ല, എന്നാലും പുള്ളിക്കും എന്തോ ഒരു ഇത് പറഞ്ഞു. അപ്പൊ പുള്ളിയാണ്. എനിക്ക് ശരിക്കും ക്ലാസ് ഉള്ളതാണ് ഞായറാഴ്ച. ഞാൻ രാവിലെ ഇതിന്റെ ക്ലാസ്സിന് പോക്കുണ്ട്, ഉച്ചവരെ എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞ് ഉച്ചവരെ ഞാൻ നോക്കിക്കൊണ്ട്, നീ ഉച്ചക്ക് ശേഷം വന്നാ മതി എന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞെല്ലാം ഒക്കെ പറഞ്ഞ് പൈസ എല്ലാറിന് കൈയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത്. ഇപ്പൊ പുള്ളി എന്നിട്ട് പറഞ്ഞു എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്, എനിക്ക് അർജന്റായിട്ട് അങ്ങോട്ട് പോകണം പറഞ്ഞു. അതൊന്നും ഹാൻഡിൽ ചെയ്യും, അടുത്ത തവണ ശരിയായി. നേരത്തെ പരിചയമുണ്ടോ പ്രശാന്ത് സാറിനെ? പ്രശാന്ത് സാറേറ്റാ? പ്രശാന്ത് സാറിനായിട്ട് ഇല്ല, കഴിഞ്ഞ ആഴ്ചയാണ് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഈ നമ്മുടെ മോർണിംഗ് സർക്കിളില് ക്ലാസ് വന്നതിന് ശേഷം ഞാൻ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒക്കെ സാറല്ലേ? ഞാനാ സാറിനെ നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവന്നേ, നമ്മുടെ മുകളിലോട്ട്. ഞങ്ങളൊരു ബാച്ചായിരുന്നു, ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു കൊണ്ടുവന്നത് മോർണിംഗ് സർക്കിളിൽ ക്ലാസ് എടുക്കാനേ. അതെ, അല്ലാണ്ട് ഞാൻ ഓഫ്ലൈൻ സെഷനിൽ കൊണ്ടുവന്നത് ഇന്നർ ചൈൽഡ് ഹീലിംഗില്. അവിടെ നല്ല അടിപൊളിയായിട്ട് ക്ലാസ്, എല്ലാ വിഷയത്തെ കുറിച്ച് അത്യാവശ്യം ഞാനും നന്നായിട്ടുള്ള ആളാണ്. ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. കഴിഞ്ഞ ഹിപ്നോട്ടിക്സിന്റെ ക്ലാസ്സിൽ 3 പ്രിൻസിപ്പൾസ് ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽസ് മീൻസ് സ്കൂളിലെ എച്ച്എംമാര്, പിന്നെ PG ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. ഞാന് എന്ന് പറഞ്ഞാല് ഇവർക്കല്ലേ നമ്മള് ക്ലാസ് കൊടുക്കണ്ടെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയും പറഞ്ഞു പെട്ടല്ല, ഇനിയിപ്പോ ഞമ്മ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അവരപ്പൊ തിരിച്ച് ഉറക്കെ വിളിച്ച് പറയുമല്ലോ. അല്ലാത്തവരാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് സിമ്പിൾ ആയിട്ട് അടിച്ച് എന്ത് വേണമെങ്കിലും പറയാം. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ പോലും നമുക്ക് ടെൻഷൻ ഇല്ല. ഇവരെങ്ങനെയല്ല, തിയറി ബേസ് വെച്ചിട്ടായിരിക്കുമല്ലോ ഇവര് സംസാരിക്കുന്നത്. നമ്മൾ തിയറി ബേസ് സംസാരിക്കുമ്പോൾ ആ തിയറി ഇന്നാളുടേതല്ലല്ലോ എന്ന് ഒരാളുടെ പേര് മാറിയാൽ തന്നെ അവരത് വാച്ച് ചെയ്ത് പറയുന്ന ആൾക്കാരാണ് കഴിഞ്ഞ അവിടുത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പോ അവരൊക്കെ ശരിക്കും വണ്ടറടിപ്പിച്ചു പോയി എന്നുള്ളതാണ്. ഫുൾ ഹാപ്പി ആയിട്ടാണ് അവരെ വിട്ടത്. ലാസ്റ്റ് അവർക്ക് പോകാൻ മനസ്സോടെ പോയ പോലെയായിരുന്നു അവര് പോയത്.
ഇതിപ്പോ എന്ത് വേണം? അപ്പൊ ആയോ അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ആർക്കും പോകാൻ തോന്നുന്നില്ല തോന്നുന്നു. ആർക്കും പോവാൻ തോന്നല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ അത് മൈൻഡ് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നപ്പോഴേ ഷെമീന ഇല്ലേ, ആ ഷെമീന ആള് ആ ഭയങ്കര ആയി പോയി. മൈൻഡ് ആ റീഡിംഗ് ആ ആ ഭയങ്കര ഇതില് പറയട്ടായിരുന്നു. ആ ആ ഷെമീന അവിടെ വിമ്പിളിലല്ലേ? വെമ്പിളില് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിനെ ഞാന് ഹിപ്നോട്ടിസം ചെയ്തിട്ട് കണ്ണ് ലോക്ക് ചെയ്തു. കണ്ണ് പറഞ്ഞു ലോക്ക് ചെയ്തിട്ട് പിന്നെ പുള്ളിക്കാരിക്ക് തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിഞ്ഞി പോവേണ്ടാ, ഇങ്ങനെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞു. ചവിട്ടാന് എന്തോ ചീത്ത വിളിക്കാനൊക്കെ വന്നെന്ന് പറയണ്ടായിരുന്നു. എന്ത് ചെയ്യൂന്ന് ചോദിച്ചപ്പോ നല്ല തെറി പറയും. തെറി പറയാൻ പോയി. സജ്ജനാമ്മ പേടിച്ചു ഞാൻ ആ ഭാഗത്തോട്ടില്ലെന്ന്. സജിന മാമിന്റെ പ്രശ്നം ആദ്യം പറഞ്ഞില്ല, അതാണ് പണ്ടത്തെ അഫയർ അൻസാർ സാർ മനസ്സിലാക്കിയല്ലേ എന്നുള്ളത്. അയ്യോ, മനസ്സിലാക്കിയെടുത്ത് ഇനി അങ്ങോട്ട് ഹസ്ബൻഡ് ചെന്നിട്ട് കാര്യമില്ല. അല്ല, ഹസ്ബൻഡ് വല്ലതും കേൾക്കുന്നുണ്ടോ? ക്ലാസ് പ്രശ്നമാവേ. ഹസ്ബൻഡ് കമ്പനിയാണെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഇതൊക്കെ. ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞയച്ചാലോ വിചാരിക്കുന്നു സാർ. അതെ നല്ലതാ. ഹസ്ബൻഡിന് എനിക്ക് പറഞ്ഞയച്ചാലോ? പറഞ്ഞാ കണ്ടോ മതി കണ്ടോ? എന്നിട്ട് എനിക്ക് പറഞ്ഞാ മതി. മൈൻഡ് റീഡ് ചെയ്തിട്ട് മെസ്സേജ് പറഞ്ഞിട്ട്. ചെയ്തിട്ട് കൊള്ള ഐഡിയ. ഇന്നെന്താണ് ആർക്കും കൂടെ ഒരു വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്ന് ശനിയാഴ്ച ആയിട്ട് ഫുൾ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കണ്ടല്ലോ എല്ലാവരും. എത്ര പേര് ഉറങ്ങിയാവോ? ഞാൻ മെന്റലിസം കുറച്ച് പഠിച്ച്, എന്നിട്ട് കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയപ്പോഴാണ്. എന്നിട്ട് വീട്ടിലെല്ലാവരും അന്തം വിട്ട് കൊള്ളാലോ, അത് സൈക്കോളജി ഒക്കെ പഠിക്കാൻ പോയി, ഇനി മിണ്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അതെ വൈഫൊക്കെ അത് വണ്ടറടിച്ചു. കേൾക്കുമ്പോ നമുക്കൊരു ഇതാണല്ലേ, വീണ്ടും കുറെ പഠിക്കണം എന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മളാളുകൾ ഇങ്ങനെ വന്നിട്ട് വലിയ സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ കാര്യങ്ങള്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അപ്പൊ അതിന്റെ ചെയ്യാം. ആർക്കൊന്നും പറയാനുണ്ടെങ്കിൽ പറയാം. 1 hour ആയി തോന്നുന്നുണ്ട്. 1 hour കഴിഞ്ഞു. ഇനി നിന്ന് കഴിഞ്ഞാല് അർച്ചന ഇളകി വരും. തുള്ളു. അതെ, അർച്ചന ടൈമില് വെട്ടിക്കാൻ പാടില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ.